ഹായ് സുഹൃത്തുക്കളെ, രാജി ജിതിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ രാജി വ്ളോഗ്സ്. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു മീൻകറിയുടെ വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. ഇന്നലെ നമ്മൾ അയല വാങ്ങിച്ചു. ഇവിടെ എനിക്ക് അയലമീൻ കിട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് മീൻകറി വെക്കുന്ന ഒരു വീഡിയോ എല്ലാവർക്കും അറിയാവുന്നതാണ്. മീൻകറിയുടെ വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസ് പല പല ചാനലുകളിലുണ്ട്. അപ്പം ഞാൻ വെക്കുന്ന രീതിക്ക് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദാണ്ട് കൂട്ടുകാരെ, ഞാൻ അര കിലോ അയല മാത്രമേ കറി വെക്കാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി മീൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ മീൻ ഞാനിങ്ങനെ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. മീൻ അവർ കഴുകി വെട്ടി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് വെച്ചേക്കുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ പുളി, പിന്നെ കുറച്ച് കരിവേപ്പില, വെള്ളം, പിന്നെ മുളക് പൊടി കേട്ടോ. മുളക് പൊടി മുളക് പൊടി ഇത്ര ഐറ്റം മാത്രം മതി കേട്ടോ എൻ്റെ മീൻകറിക്ക്. പിന്നെ വെളിച്ചെണ്ണ ലാസ്റ്റിൽ മീൻകറി ആയതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും. ഞാൻ പല ടൈപ്പിൽ വെക്കാറുണ്ട് കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ്. ഇതല്ലാതെ നമ്മൾ പിന്നെ തക്കാളിക്കൊക്കെ ഇട്ടിട്ട് വെക്കും, അങ്ങനെയൊക്കെ വെക്കും. പക്ഷേ ഈ രീതി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ വെക്കുന്ന രീതി ഇതാണ്. നമ്മളുടെ വീട്ടിൽ സ്ഥിരം ഇങ്ങനെ തന്നെ വെക്കത്തുള്ളായിരുന്നു. നമ്മുടെ അമ്മ ഇങ്ങനെ വേറെ ഒരു രീതിയിലും, നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ മീൻകറിയുടെയൊക്കെ. പക്ഷെ ഞങ്ങളിങ്ങനെ ചോദിക്കും, അമ്മ എന്താ ഈ രീതിയിലൊന്നും വെക്കാത്തേ, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഒരു രീതിയിലും പുള്ളിക്കാരി വെക്കത്തില്ല. എൻ്റെ അമ്മ സെയിം ആയിട്ടും ഈ ഒരു രീതി തന്നെയാണ് വെക്കുന്നത്. പക്ഷേ അമ്മയൊന്നും വെക്കുന്ന അത്ര ടേസ്റ്റൊന്നും എൻ്റെ മീൻകറിക്കില്ല കേട്ടോ. എങ്കിലും നമ്മൾ വെക്കുന്നു. എപ്പോഴും അമ്മ നമ്മുടെ കൂടെ ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ചെറുതായിട്ട് പഠിച്ച് തുടങ്ങി അമ്മ വെക്കുന്ന രീതിയിൽ. പക്ഷേ ആ ടേസ്റ്റേ അല്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന മീൻചട്ടിയാണ്. എനിക്കിവിടെ മീൻചട്ടി ഇല്ലായിരുന്നു. നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ടൈമിൽ ഞാൻ എൻ്റെ മീൻചട്ടിയൊക്കെ കളഞ്ഞിട്ടാണ് വന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ സെക്കൻഡറാബാദിൽ വരുമല്ലേ, നല്ലത് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇവിടെ കിട്ടും, മലയാളി സ്റ്റോറിലൊക്കെ കിട്ടും. പക്ഷേ അതിൽ നല്ലത് ഞാൻ നാട്ടിലെന്തായാലും പോയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നാട്ടിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ നമ്മുടെ പുതിയ മീൻചട്ടി ഞാൻ ഉദ്ഘാടനം കൂടെ ചെയ്യാൻ പോവാണ്. അതിങ്ങനെ ഗ്യാസ് കത്തിച്ച് അടുപ്പത്തോട്ട് വെച്ചു. അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ഇനി എണ്ണ അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ ചട്ടിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുന്നുള്ളൂ. അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മറന്നുപോയി. അതിലോട്ട് ആദ്യം നമ്മൾ കുറച്ച് കടുക് ഇടണം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ആ കടുക് ഒന്ന് പൊട്ടി അതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലോട്ടിട്ടു. ഇതിലോട്ട് നമ്മുടെ ചട്ടിയിലോട്ടിട്ടു. എന്നിട്ട് നല്ല മണം വരും കേട്ടോ. എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടം. ഈ വെളിച്ചെണ്ണയ്ക്കകത്തില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം ഇതാവുന്ന സമയമില്ലേ, നല്ല ഒരു വഴലുന്ന ആ ഒരു സമയത്ത് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഈ സ്മെല്ല്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഈ പരുവാവണം കേട്ടോ. നല്ല ബ്രൗൺ കളറാവണം. ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ഇതിലോട്ടിടാം. മുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ടിടാമേ. അപ്പോൾ ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ഇട്ടായിരുന്നേ. ഒരു 2 സ്പൂൺ മുളക് പൊടി, അതൊക്കെ ആവശ്യത്തിന്. ഒത്തിരി എരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ആവശ്യത്തിന് മുളക് പൊടി, ഒത്തിരി കൂടുതൽ പിന്നെ എരി വേണ്ട ആൾക്കാരാണെങ്കിൽ മുളക് പൊടി കൂടുതൽ എടുക്കുക. ഞാൻ എടുത്തത് 2 സ്പൂണാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ച പുളിയില്ലേ, പുളിയോടെ നമ്മൾ ഇതിലോട്ട് ഇട്ടു. എന്നിട്ട് ആ പുളി പിഴിഞ്ഞൊഴിച്ച് ആ വെള്ളവും ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ബൗളിൽ ഞാൻ എടുത്തേക്കുന്ന വെള്ളം, ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ടേ. കാരണം ഇവിടെ നന്നായിട്ട് മീനിന് ചാറ് വേണം കേട്ടോ. നന്നായിട്ട് മീൻ ചാറ് വേണം. അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സുഹൃത്തുക്കളെ അതിലോട്ട് നമ്മുടെ മീൻ കഷ്ണം അങ്ങോട്ടിട്ടു. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ടിട്ടു. അത്
കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ മീൻകറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി റെഡിയാകും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ മീൻകറി. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ചൊരു കരിയാപ്പിലൂടെ ഇടുന്നുണ്ടേ. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നത് കേട്ടോ. കണ്ടോ, ഇതുകൂടെ ഇടും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മീൻകറി അല്ലായിരുന്നോ? ഇതെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളൊക്കെ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ സിമ്പിൾ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ.